അധികാരത്തിൻ്റെ മുഷ്ടിയിൽ അടക്കി ഭരിക്കുവാനുള്ള പ്രവണത എല്ലാ രംഗത്തും പൈശാചികമാണ്. മറ്റുള്ളവരെ ഭരിക്കുവാനുള്ള അധികാരമുണ്ട് എന്ന് വീരവാദം മുഴക്കുന്നവർ പോലും അറിഞ്ഞിരിക്കേണ്ടതാണ് യഥാർത്ഥ അധികാരം എന്താകുന്നു, എവിടെ നിന്നാകുന്നു എന്നുള്ളത്. യഥാർത്ഥ അധികാരം എന്നാൽ മറ്റുള്ളവർ ചെയ്യണമെന്ന് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാം തന്നെ ചെയ്യുന്നു എന്ന ഉറപ്പുണ്ടായിരിക്കുകയാണ്. അനുസരണമാകുന്നു അധികാരത്തിൻ്റെ അടിസ്ഥാനം. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അധികാരം എന്ന വാക്ക് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് മറ്റുള്ളവരെ നിയന്ത്രിക്കുവാനും ഭരിക്കുവാനുമുള്ള കഴിവാണ്. എന്നാൽ ദൈവരാജ്യത്തിൽ അധികാരത്തിൻ്റെ അളവുകോൽ വ്യത്യസ്തമാണ്. അവിടെ യഥാർത്ഥ അധികാരം സ്ഥാനത്താലോ പദവിയാലോ അംഗീകാരങ്ങളാലോ നിർണ്ണയിക്കപ്പെടുന്നതല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങി അനുസരണയോടെ ജീവിക്കുന്നതിലൂടെയാണ് അത് പ്രകടമാകുന്നത്. ക്രിസ്തു അവിടുത്തെ അധികാരം ഉപയോഗിച്ചത് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. യേശുവിൻ്റെ മാർഗത്തിൽ ഉറപ്പായതും ആലോചിച്ചുറച്ചതുമായ ഒരു സ്വരം നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അവൻ ഇവിടെ വിഷയത്തെ നിർബന്ധിക്കുന്നത് അത്രയും നാം കാണുവാൻ പോകുന്നത്. താൻ തിരഞ്ഞെടുക്കുന്ന സമയത്തും മാർഗത്തിലും പരീശന്മാർ പ്രവർത്തിക്കുവാൻ യേശു അവരെ നിർബന്ധിക്കുന്നത് അത്രേ നാം കാണുന്നത്. 21-ാം അധ്യായത്തിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ പോകുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 21. അനന്തരം അവർ യെരുശലേമിനോട് സമീപിച്ച് ഒലിവുമലയരികെ ബേത്ത്ഫാഗയിലെത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചുകൊണ്ടുവരുവീൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ. തൽക്ഷണം അവൻ അവയെ അയക്കുമെന്ന് പറഞ്ഞു. സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവീൻ എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവർത്തി വരുവാൻ ഇത് സംഭവിച്ചു. സക്കറിയ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയോടുകൂടിയാണ് 4ഉം 5ഉം വാക്യങ്ങൾ ആരംഭിക്കുന്നത്. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരുശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനും ആയി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരും. ഈ 2 വാക്യങ്ങളൊന്ന് താരതമ്യപ്പെടുത്തിയാൽ മത്തായി എഴുതിയ സുവിശേഷത്തിലെയും സക്കറിയ പ്രവചനത്തിലെയും ഈ വാക്യങ്ങളൊന്ന് താരതമ്യപ്പെടുത്തിയാൽ മനസ്സിലാക്കാവുന്ന ഒരു വസ്തുത എന്തെന്നാൽ, വിശുദ്ധ മത്തായി ഉദ്ധരിച്ചിരിക്കുന്നതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിട്ടുകളഞ്ഞിരിക്കുന്നു എന്നതാണ്. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക എന്നുള്ളത് വിട്ടുകളഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും കാരണം? നമ്മുടെ കർത്താവ് ആ സമയത്ത് യെരുശലേമിലേക്ക് വന്നത് ആനന്ദിക്കുവാനല്ലായിരുന്നു. അവൻ്റെ അടുത്ത വരവിങ്കലാണത് സംഭവിക്കുവാൻ പോകുന്നത്. അതുമാത്രമല്ല, അവൻ നീതിമാനും ജയശാലിയും എന്നുള്ളതും മത്തായി വിട്ടുകളഞ്ഞിരിക്കുന്നു. അവൻ ജയശാലിയായി വരുന്നത് 2ാമത്തെ വരവിങ്കലാണ്. ഈ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു വസ്തുത എന്തെന്നാൽ, യേശുവിൻ്റെ 2ാമത്തെ വരവിൽ ഒരു യഥാർത്ഥ വിജയോത്സവ പ്രവേശനം ഉണ്ടായിരിക്കും എന്നതത്രേ. ഈ ചെറിയ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്തതിനാൽ കർത്താവ് തൻ്റെ സൗമ്യത വെളിപ്പെടുത്തുകയായിരുന്നു എന്നൊരു ചിന്തയുണ്ട്, ഒരു പഠിപ്പീരുണ്ട്. അത് ശരിയല്ല. ആ നാളുകളിൽ ഇത്തരം മൃഗങ്ങളിൽ യാത്ര ചെയ്തിരുന്നത് രാജാക്കന്മാരായിരുന്നു. കുതിര യുദ്ധത്തിൻ്റെ മൃഗമായിരുന്നതുപോലെ കഴുത സമാധാനത്തിൻ്റെ മൃഗമായിരുന്നു.
സമാധാനത്തിൻ്റെ ഈ ചെറിയ മൃഗത്തിന്മേൽ കയറി യേശു യെരുശലേമിലേക്ക് വന്നപ്പോൾ അവൻ തന്നെ തന്നെ രാജാവായി കാണിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകും. കർത്താവ് അങ്ങനെ ചെയ്തിട്ടും പ്രവാചകൻ പറയുന്നത് അവൻ താഴ്മയുള്ളവനാകുന്നു എന്നത്രേ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. ഈ പ്രത്യേക സാഹചര്യത്തെ കണക്കിലെടുത്ത് ലോകം അവനെ ധിക്കാരി എന്ന് വിളിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവനെ താഴ്മയുള്ളവൻ എന്ന് വിളിച്ചു. അതാണ് വാസ്തവം. 6 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ശിഷ്യന്മാർ പുറപ്പെട്ടു യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു. അവൻ കയറിയിരുന്നു. പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുന്നും പിന്നും നടന്ന പുരുഷാരം ദാവീദ് പുത്രന് ഹോസന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോസന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. ഈ വഴിയായി അവൻ ഒരിക്കലും യെരുശലേമിൽ വന്നിരുന്നില്ല എന്നതിന് സാധ്യതയുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നമുക്കത് ചിന്തിക്കാവുന്നതാണ്. സാധാരണയായി അവൻ അധികം ആരും ശ്രദ്ധിക്കാത്ത വിധം ആട്ടുവാതിൽക്കൽ കൂടിയാണ് പട്ടണത്തിൽ പ്രവേശിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ആട്ടുവാതിൽക്കൽ കൂടി യാഗത്തിനുള്ള മൃഗങ്ങളെ ആയിരുന്നു സാധാരണ കൊണ്ടുവന്നിരുന്നത്. പക്ഷേ ഈ അവസരത്തിൽ അവൻ ആ വഴിയായിട്ടല്ല പ്രവേശിക്കുന്നത്. ഇവിടെ ഇതാ അവൻ രാജാവായി രംഗപ്രവേശനം ചെയ്യുന്നു. മാത്രമല്ല, തന്നോടുകൂടി ഉണ്ടായിരുന്നവർ അവനെ രാജാവായി അംഗീകരിക്കുകയും ചെയ്തു. അവനെ അംഗീകരിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്യുവാനുള്ള അവരുടെ അവസരം ആയിരുന്നു ഈ പറഞ്ഞത്. 10ഉം 11ഉം വാക്യങ്ങളിൽ നാം കാണുന്നത് അവസാനത്തെ ഒരു നിമിഷം തൻ്റെ അവകാശവാദത്തെ അംഗീകരിക്കുവാൻ കർത്താവ് യെരുശലേമിനെ നിർബന്ധിക്കുന്നതാണ്. 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവൻ യെരുശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി. ഇവൻ ആർ എന്ന് പറഞ്ഞു. ഇവൻ ഗലീലയിലെ നസറേത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന് പുരുഷാരം പറഞ്ഞു. യേശു ദൈവാലയത്തിൽ ചെന്ന് ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ച് കളഞ്ഞ് അവരോട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. അത് വളരെ കർക്കശമായ ഭാഷയായി തോന്നുന്നില്ലേ? ഇനിയും യേശുവിൻ്റെ രാജകീയ പ്രവേശനം എന്നറിയപ്പെടുന്ന ഈ ഭാഗത്തെ ചില വസ്തുതകളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് ക്ഷണിക്കട്ടെ. ഒന്നാമതായി, ഈ പ്രവേശനത്തെ വിജയോത്സവമായ അല്ലെങ്കിൽ രാജകീയ പ്രവേശനം എന്ന് വിളിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സക്രിയാവിൻ്റെ പ്രവചനത്തിലെ ഏതാനും ഭാഗങ്ങൾ മാത്രമേ ഇവിടെ നിവൃത്തിയായി നാം കാണുന്നുള്ളൂ. നമ്മുടെ കർത്താവ് യെരുശലേം പട്ടണത്തിലേക്ക് വന്നത് അവൻ രാജാവായിട്ടിരിക്കുവാനാണ്. തന്നെ തന്നെ അവസാനമായി ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് അവൻ ചെയ്തത്. ജനങ്ങളുടെ മുമ്പിൽ അവൻ തന്നെ തന്നെ അവതരിപ്പിച്ചപ്പോൾ യേശുവിൻ്റെ രാജകീയമായ പ്രവേശനത്തിൻ്റെ വിവിധങ്ങളായ ചിത്രങ്ങളാണ് നാം സുവിശേഷങ്ങളിൽ നിന്നും കാണുന്നത്. സുവിശേഷങ്ങൾ അപഗ്രഥിച്ച് പഠിച്ചാൽ യേശു യെരുശലേമിൽ 3 വെവ്വേറെ ദിവസങ്ങളിലായി 3 പ്രാവശ്യം പ്രവേശിച്ചു എന്ന നിഗമനത്തിൽ എത്തിച്ചേരാവുന്നതാണ്. അവൻ പട്ടണത്തിൽ ഒരു ദിവസം മാത്രം വന്നിട്ട് പോയതല്ല എന്ന് ചുരുക്കം. ശ്രദ്ധിക്കണം, ആദ്യത്തെ പ്രാവശ്യം അവൻ പ്രവേശിച്ചത് ശനിയാഴ്ചയായിരുന്നു, ശബത്ത് നാളിൽ. അന്ന് അവിടെ നാണയവിനിമയം ചെയ്യുന്നവരുണ്ടായിരുന്നില്ല. അവൻ ചുറ്റുപാടും നോക്കിയിട്ട് അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത്. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവൻ യെരുശലേമിൽ ദൈവാലയത്തിലേക്ക് ചെന്ന് സകലവും ചുറ്റും നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് 12 കൂടെ ബഥാന്യയിലേക്ക് പോയി എന്നാണ്. അവൻ പുരോഹിതനായി പ്രവേശിച്ച ദിവസമായിരുന്നു അത്. 2ാമത്തെ ദിവസം യേശു യെരുശലേമിൽ പ്രവേശിച്ചത് ഞായറാഴ്ചയായിരുന്നു, നമ്മുടെ ഞായറാഴ്ച, ആഴ്ചയുടെ ആദ്യ ദിവസം. അന്നേരം പൊൻവാണിഭക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവൻ ദൈവാലയം വെടിപ്പാക്കിയത്. 12ഉം 13ഉം വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. ഈ ദിവസം കർത്താവ് രാജാവായിട്ടായിരുന്നു പ്രവേശിച്ചത്. 3ാമത്തെ ദിവസം യെരുശലേമിൽ പ്രവേശിച്ചത് തിങ്കളാഴ്ചയായിരുന്നു, ആഴ്ചയുടെ 2ാമത്തെ ദിവസം. അന്നേരം അവൻ യെരുശലേമിനെ കണ്ട് കരഞ്ഞു. എന്നിട്ട് അവൻ ദൈവാലയത്തിൽ പ്രവേശിച്ച് ഉപദേശിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്തു എന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൽ
നാം വായിക്കുന്നു. അതിൻ്റെ 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിലും പിന്നെ 47, 48 വാക്യങ്ങളിലും നാം വായിക്കുന്നു. ആ ദിവസം പ്രവാചകനായിട്ടാണ് അവൻ പ്രവേശിച്ചത്. പുരോഹിതനായി, രാജാവായി, പ്രവാചകനായി. മത്തായിയും മർക്കോസും ലൂക്കോസും രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സംഭവങ്ങളെ നാം താരതമ്യപ്പെടുത്തുമ്പോൾ 3 വ്യത്യസ്ത പ്രവേശനങ്ങളാണ് ക്രിസ്തു ചെയ്തത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വ്യക്തമാകും. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ കർത്താവ് 3 ക്രമാനുഗതമായ ദിവസങ്ങളിൽ അനുക്രമമായ 3 നിലയിൽ, അതായത് പുരോഹിതൻ, രാജാവ്, പ്രവാചകൻ എന്നീ നിലയിലാണ് യെരൂശലേമിൽ പ്രവേശിച്ചത്. ഇതൊന്നും യാദൃച്ഛികമായിരുന്നില്ല എന്നോർക്കണം. ഓരോ ദിവസവും അവൻ ബഥാന്യയിലേക്കാണ് വൈകുന്നേരം പോയത്. സത്യത്തിൽ അവനെ അറസ്റ്റ് ചെയ്തിരുന്നതുവരെ അവൻ പട്ടണത്തിൽ രാപാർത്തിരുന്നില്ല. ഈ രാജകീയ പ്രവേശനം എന്നറിയപ്പെടുന്ന യാത്ര ചെന്നവസാനിച്ചത് ക്രൂശിലായിരുന്നു എന്നോർക്കണം. പക്ഷേ അവൻ രണ്ടാമത് രാജകീയമായി തന്നെ വരും. എബ്രായ ലേഖകൻ വളരെ മനോഹരമായ ശൈലിയിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. സക്കറിയ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം കാണുന്നത് അവൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ്റെ പാദങ്ങൾ ഒലിവുമലയിൽ സ്പർശിക്കും എന്നത്രേ. അവിടെ അത്രേ അവൻ ഇറങ്ങുന്നതെന്ന് ചുരുക്കം. അവിടെ നിന്ന് അവൻ യെരൂശലേം പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ അതൊരു രാജകീയ പ്രവേശനം തന്നെ ആയിരിക്കും. അതേസമയം നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ 3 പ്രവേശനങ്ങളെ വിജയോത്സവ പ്രവേശനമെന്ന് വിളിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവൻ ഇപ്പോൾ ക്രൂശിങ്കലേക്കാണ് ആത്യന്തികമായി പോകുന്നത്. എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി യാഗമാകുവാൻ ക്രൂശിങ്കലേക്ക് പോകുന്നു. കർത്താവ് ദൈവാലയം വെടിപ്പാക്കി കഴിഞ്ഞപ്പോൾ അവൻ്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അനേകർ മുൻപോട്ട് വന്നു എന്ന് നാം വായിക്കുന്നു. ദൈവാലയത്തിൽ അനേകർ അവൻ്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിച്ചതിനെക്കുറിച്ച് മത്തായി 14-ഉം 15-ഉം വാക്യങ്ങളിൽ പറയുന്നുണ്ട്. നേതാക്കന്മാർ അവൻ ചെയ്തതിനെ എതിർക്കുന്നു. പിന്നെ അവർ അവനെ വിട്ടു എന്ന് 16-ഉം 17-ഉം വാക്യങ്ങളിൽ കാണുന്നു. അവിടെ അങ്ങനെ പറയുമ്പോൾ അവൻ മതനേതാക്കന്മാരെ തള്ളിക്കളഞ്ഞതാണ് കാണിക്കുന്നത്. നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് ബഥാനിയിൽ ചെന്നു എന്ന് വായിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മതനേതാക്കന്മാർ തന്നെ അറസ്റ്റ് ചെയ്യുന്നതുവരെ അവൻ രാത്രി യെരൂശലേം പട്ടണത്തിൽ പാർത്തിരുന്നില്ല എന്ന്. പക്ഷേ അടുത്ത ദിവസം അവൻ പട്ടണത്തിലേക്ക് കടന്നു വരുന്നത് നാം കാണുന്നു. വിശുദ്ധ ലൂക്കോസ് നമുക്ക് വേണ്ടി കാര്യമായി പറഞ്ഞു തരുന്ന പ്രവേശനം ഇതത്രേ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് 3-ാമത്തെ പ്രവേശനം, തിങ്കളാഴ്ച രാവിലെ പ്രവേശിച്ചത്. 18 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് അത്തിയെ ശപിക്കുന്നത് നാം കാണും. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. മത്തായി 21-ന്റെ 18-ഉം 19-ഉം. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. അടുക്ക ചെന്ന് അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. യേശു അത്തിയെ ശപിച്ച സംഭവം വ്യാഖ്യാനിക്കുവാൻ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ പ്രതീകമാകുന്നു അത്തി എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോഴത്തെ ഇസ്രായേലിൻ്റെ അവസ്ഥയിൽ അവരിൽ യാതൊരു ഫലവും ഉണ്ടായിരുന്നില്ല എന്നുറപ്പായി നമുക്ക് പറയാം. ആചാരങ്ങളിൽ അധിഷ്ഠിതമായ ഒരു നിർജീവ മതത്തിൻ്റെ ഇലകളാൽ പൊതിഞ്ഞിരുന്ന അവസ്ഥയായിരുന്നു അന്ന് ഇസ്രായേലിൻ്റേത്. യേശു അവരെ കുറ്റം വിധിച്ചു. ഭക്തിയുടെ വേഷം മാത്രമുള്ള, ശക്തി ഒട്ടുമില്ലാതിരുന്ന ഒരു മതം മാത്രമായിരുന്നു ഇസ്രായേൽ. ദൈവം അവർക്ക് നൽകിയതിനെ അവർ ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റുവാൻ ശക്തിയോ പൗരുഷമോ ഇല്ലാത്ത ചത്ത ആചാരങ്ങളാക്കി മാറ്റിക്കളഞ്ഞു. യേശുക്രിസ്തുവിനെ അവഗണിക്കുന്ന ഇന്നത്തെ സംഘടിത സഭകളോടും ദൈവം ചെയ്യുവാൻ പോകുന്നത് ഈ അത്തിയോട് ചെയ്തത് തന്നെയായിരിക്കും. ദൈവം ഇസ്രായേലിനെ കുറ്റം വിധിച്ചു, ശിക്ഷിച്ചു. AD 70 അവർ അതിഭീകരമായ ന്യായവിധിയിലൂടെ കടന്നു പോകേണ്ടി വന്നു.
20 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. ശിഷ്യന്മാർ അത് കണ്ടാറെ അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെയെന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസം ഉള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. പ്രാർത്ഥനയുടെ ഒരു പാഠം യേശു ഇവിടെ അവർക്ക് നൽകുന്നതാണ് കാണുന്നത്. അതായത് പ്രാർത്ഥനയിൽ വിശ്വാസം ഉണ്ടായിരിക്കണം എന്നത്രേ കർത്താവ് പറയുന്നത്. അത്തി വൃക്ഷത്തെ ശപിച്ചതുകൊണ്ട് അവർ അതിശയിച്ചു. അതിനാൽ യേശു അവരോട് പറയുന്നത്, അവരുടെ പ്രശ്നം എന്തെന്നാൽ ഇപ്രകാരം അത്ഭുതകരമായ ഒരു വിധത്തിൽ ദൈവത്തിന് കാര്യങ്ങൾ കഴിയുമെന്ന് വിശ്വസിക്കുവാൻ അവർക്ക് സാധിക്കാത്തതത്രേ. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ പണി അത്തിവൃക്ഷത്തെ ശപിക്കുകയോ മലകളെ മാറ്റുകയോ അല്ല. അവ അവിടെ തന്നെ ഇരിക്കട്ടെ, അത് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് വളരെ പ്രയോജനമുണ്ട്. പർവ്വതങ്ങളെ നീക്കുന്നതിനേക്കാളും അത്തിവൃക്ഷത്തെ ശപിക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കിന്ന് ചെയ്യുവാനുണ്ട് എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. അതിന് നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം ആവശ്യമാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ, ദൈവവചനം മനുഷ്യരിൽ എത്തിക്കുവാൻ, അങ്ങനെ പരിശുദ്ധാത്മാവ് അതെടുത്ത് മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്ന അത്ഭുതം കാണുവാൻ നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതിനുള്ള വിശ്വാസമാകുന്നു നമുക്കിന്ന് ആവശ്യം. യേശുവിൻ്റെ സമയത്തെ മത നേതാക്കന്മാർ വീണ്ടും യേശുവിനെ വെല്ലുവിളിക്കുന്നതാണ് 21-ാം അധ്യായത്തിൻ്റെ 23 മുതൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ ദേവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും അവൻ്റെ അടുക്കൽ വന്നു, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നത് ആർ എന്ന് ചോദിച്ചു. തങ്ങളുടെ പെരുമാറ്റത്തിൽ ഈ മതനേതാക്കന്മാർ വളരെയധികം വെറുപ്പും വൈരാഗ്യവും കലർത്തുന്നതായി നാം കാണും. അവർ യേശു ചെയ്തതിനെ ചോദ്യം ചെയ്യുന്നില്ല. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ ചെയ്തതായ വീര്യപ്രവൃത്തികളെ ചോദ്യം ചെയ്യുവാൻ അവർക്ക് ഒരടിസ്ഥാനവുമില്ല. യേശുവിൻ്റെ അധികാരത്തെ മാത്രമേ അവർക്ക് ചോദ്യം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. എന്തധികാരം കൊണ്ട് നീ ഇത് ചെയ്യുന്നു? പലർക്കും ഇന്നും അറിയേണ്ടത് അതുമാത്രമാണല്ലോ. ഒരു ശുശ്രൂഷയുണ്ടോ ഇല്ലയോ എന്നതല്ല പലരുടെയും പ്രശ്നം, അധികാരം എന്താണെന്നത്രേ പലരും ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? ഡിഗ്രി ഉണ്ടോ? ഓർഡിനേഷൻ ഉണ്ടോ? മറ്റു ചിലർ എങ്ങനെങ്കിലും പേരിന് മുമ്പ് എന്തെങ്കിലും കൂടെ ഡോക്ടറെന്നോ എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർത്ത് കാര്യം കാണുവാൻ ശ്രമിക്കുകയാണ്. അതെ, ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. നിങ്ങൾക്കുള്ള യാതൊരു ഡിഗ്രിയും പദവികളും നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ അധികാരം കൂട്ടുന്നതല്ല. ദൈവവചനം പ്രസംഗിക്കുവാനുള്ള അധികാരമില്ലാതെ എത്ര ഡിഗ്രി ഉണ്ടെങ്കിലും പദവി ഉണ്ടെങ്കിലും ഏത് സ്ഥാനത്തായിരുന്നാലും ഒരു വിശേഷവുമില്ല. 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാനും നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കും, അത് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എന്തധികാരം കൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയും. ഇതാ യേശു അവരോട് ഒരു ചോദ്യം ചോദിക്കുന്നു. എന്താണ് ചോദ്യം? യോഹന്നാൻ്റെ സ്നാനം എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അവർ തമ്മിൽ ആലോചിച്ചു. സ്വർഗത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്ത് എന്ന് അവൻ നമ്മോട് ചോദിക്കും. മനുഷ്യരിൽ നിന്നെന്ന് പറഞ്ഞാലോ, നാം പുരുഷാരത്തെ ഭയപ്പെടുന്നു, എല്ലാവരും യോഹന്നാനെ പ്രവാചകനെന്നല്ലോ എണ്ണുന്നത് എന്ന് പറഞ്ഞു. മതനേതാക്കന്മാർ യേശുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്തപ്പോൾ അവൻ അവരെ ആകെ കുഴപ്പം പിടിച്ച ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിച്ചു. കർത്താവിനെ കുരുക്കിൽ അകപ്പെടുത്തുവാനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ കുരുങ്ങിയത് അവർ തന്നെയാണ്. വടി കൊടുത്ത് അടി വാങ്ങിയതുപോലെയായില്ലേ? യേശു പറഞ്ഞു, ഞാൻ എന്തധികാരം കൊണ്ട് ഇത് ചെയ്യുന്നുവെന്ന് ഞാൻ പറയാം. പക്ഷേ അതിനു മുൻപ് നിങ്ങളൊരു കാര്യം പറയണം. എന്തധികാരം കൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ തൻ്റെ പ്രവർത്തനം ചെയ്തത്? അവനുണ്ടായിരുന്ന അധികാരം സ്വർഗത്തിൽ നിന്നായിരുന്നോ ഭൂമിയിൽ നിന്നായിരുന്നോ? അവൻ്റെ അധികാരം സ്വർഗത്തിൽ നിന്നും ലഭിച്ചതായിരുന്നുവെന്ന് ഈ മതനേതാക്കന്മാർ പറഞ്ഞിരുന്നുവെങ്കിൽ ഉടനെ കർത്താവ് പറഞ്ഞിരുന്നതിനെയും ഞാനും അതേ അധികാരം കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന്. അതുകൊണ്ട് അവർ അവനോട് അങ്ങനെ മറുപടി പറഞ്ഞില്ല. യോഹന്നാൻ്റെ അധികാരം സ്വർഗത്തിൽ നിന്നുമായിരുന്നു എന്നവർക്ക് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അധികാരത്തെയും സ്വർഗത്തിൽ നിന്നാകുന്നു എന്നവർ അംഗീകരിക്കില്ല.
പിന്നെ പറഞ്ഞതുകൊണ്ട് എന്താ വിശേഷം? 27 വാക്യത്തിൽ നാം കാണുന്നത്, അങ്ങനെ അവർ യേശുവിനോട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നുത്തരം പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, എന്നാൽ ഞാൻ ഇത് എന്തധികാരം കൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയുന്നില്ല. ഈ സാഹചര്യത്തിൽ ഉയർന്നു വരുന്ന സംഘർഷം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. ആ നേതാക്കന്മാരുടെ വിരോധം വളരെ വർദ്ധിക്കുകയാണ്. ഈ മതനേതാക്കന്മാർക്കെതിരെ വ്രണപ്പെടുത്തുന്ന കുറ്റാരോപണം നടത്തുവാൻ യേശു തയ്യാറാകുകയാണ്. ചെറിയ കാര്യമല്ല അവൻ പറയുന്നത് എന്നോർക്കുക. ഈ ഭക്തി കളിക്കുന്ന അന്നത്തെ മതനേതാക്കന്മാരെക്കാളും നല്ലവരാണ് അന്നത്തെ ചുങ്കക്കാരും വേശ്യമാരും എന്ന് യേശു അവരോട് പറയുന്നു. യേശുവിൻ്റെ കുറ്റാരോപണം അവഗണിക്കുവാൻ കഴിയുന്നതല്ല. മഹാപുരോഹിതന്മാർക്കും ജനത്തിൻ്റെ മൂപ്പന്മാർക്കും എതിരായി ക്രിസ്തു നീങ്ങുകയാണ്. വളരെ ഗൗരവമേറിയ ഒരു ഭാഗമത്രേ ഇത്. 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, എങ്കിലും നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവൻ്റെ അടുക്കൽ ചെന്ന്, മകനെ, ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുതപിച്ച് അവൻ പോയി. രണ്ടാമത്തവൻ്റെ അടുക്കൽ അവൻ ചെന്ന് അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ, ഞാൻ പോകാം അപ്പാ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പോയില്ല താനും. ഈ 2 പേരിൽ ആരാകുന്നു അപ്പൻ്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവൻ എന്നവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ മതനേതാക്കന്മാരെ ഇതിൽ പരം ഒന്ന് അധിക്ഷേപിക്കുവാനില്ലായിരുന്നു. ഭയങ്കര അടിയായിപ്പോയി. യേശു ആ നേതാക്കന്മാരെ രണ്ടാമത്തെ മകനോട് സാദൃശ്യപ്പെടുത്തി. അതെ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാമെന്ന് പറഞ്ഞു, പക്ഷെ ഒന്നും ചെയ്യാത്തവൻ. കർത്താവ് ചുങ്കക്കാരെയും വേശ്യമാരെയും മതനേതാക്കളെക്കാൾ ഉയർന്ന ഒരവസ്ഥയിൽ അത്ര ചിത്രീകരിക്കുന്നത്. ഈ ഉപമ ഇന്നത്തേക്കും യോജിച്ചതാണ്, അല്ലേ? പലർക്കും പാരമ്പര്യമുണ്ട്, സഭയിൽ അംഗത്വമുണ്ട്, വളരെ ഭക്തി പറയുവാനുണ്ട്. അവർ ചിന്തിക്കുന്നത് തങ്ങൾ ദൈവമക്കളാകുന്നു എന്ന് തന്നെയാണ്. പക്ഷേ അവർ ദൈവമക്കളല്ല. ഭക്തിക്കൊരു കുറവുമില്ല, അല്ലെങ്കിൽ ഭക്തി പ്രകടനത്തിനൊരു കുറവുമില്ല. പക്ഷെ ഒന്നും പ്രാവർത്തികമാകുന്നില്ല എന്ന് ചുരുക്കം. ഇതൊരു ഭയങ്കര പ്രശ്നമാണ്. 32 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു. നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുതപിച്ചില്ല. കർത്താവ് പറയുകയാണ്, അവർ പുറം അലങ്കരിച്ചതും എന്നാൽ അകം വൃത്തികെട്ടതുമായ ഒരു പാത്രം പോലെയാകുന്നു എന്ന്. യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് അവരുടെ അടുക്കൽ വന്നു. കർത്താവ് അവരെ കുറ്റപ്പെടുത്തുകയാണ്. പുറം അലങ്കരിച്ചതും അകം പൊള്ളയായതുമായ ഒരു ഭക്തിയാണ് മതനേതാക്കന്മാർക്കുണ്ടായത്. ഒരു വ്യക്തി ക്രിസ്തുവിനെ അംഗീകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ അകം അലങ്കരിക്കപ്പെടുമെന്ന് മാത്രമല്ല, അത് പുതുതായിത്തീരുന്നു. ഒരു പുതിയ സൃഷ്ടി, ഒരു പുതുജനനം. ഇനി വേറൊരു ചിന്ത, മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും ചോദ്യത്തിന് യേശു മറുപടി നൽകിയോ? നൽകിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു ഉപമ പറയുക വഴി അവൻ തൻ്റെ അധികാരത്തിൻ്റെ ആ ഉറവിടം വെളിപ്പെടുത്തി. മാത്രമല്ല, ഈ അധികാരം എല്ലാവർക്കും പ്രാപിക്കുവാൻ കഴിയുന്നതാണെന്നും കർത്താവ് വ്യക്തമാക്കി. അതായത് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഈ അധികാരം. ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണോ നമ്മൾ എന്നുള്ളതാണ് വിഷയം. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ സമർപ്പിക്കപ്പെട്ടിട്ടാണോ മുൻപോട്ട് പോകുന്നത്? സ്വയം പരിശോധിച്ചാട്ടെ. അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. തന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് അവിടുത്തെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് തൻ്റെ ആഹാരമെന്ന് അരുളി ചെയ്ത യേശുക്രിസ്തു ദൈവഹിതം അനുഷ്ഠിക്കുവാൻ നമ്മെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പരോക്ഷമായി വെളിപ്പെടുത്തുകയായിരുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം അനുഷ്ഠിക്കുവാനുള്ള ശക്തി മനുഷ്യനിൽ നിന്നല്ല, ഉയരത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അവിടുത്തെ ഇഷ്ടം ചെയ്യുവാനുള്ള ആഗ്രഹവും താല്പര്യവും നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ
തൻ്റെ ശക്തിയാൽ നിറയ്ക്കും. കാരണം അവിടുന്ന് ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുകയും ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണ്.